As you have seen, or we specified earlier, advertisement is a paid form of information. One identified sponsor is there, and they are also paying or spending money for the advertising process. If you want to get a profit, most probably there we should concentrate during the preparation of the advertising. Then only we can earn money or make the business more effective through the advertising process. Basically, we plan to sell sometimes products, some other times ideas or some services. Whatever may be the thing which you plan to sell, most probably the advertising process will promote the selling process. If you want to sell more and more products, definitely we should give the advertising, or we should conduct the advertising process in the proper way. The basic elements there we have seen in connection with the advertising. The visualization process we conduct there. Actually, whenever someone gets an opportunity to view or read an advertisement, automatically the visualization process will take place there. Visualization means seeing in the mind's eye the form of the idea as it would appear in the advertisement. പരസ്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പെയ്ഡ് ഫോമാണ്. പണം കൊടുത്ത് ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരു സ്പോൺസർ അവന്റെ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, ആശയങ്ങൾ കൂടുതൽ വിറ്റഴിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. ആ സമയത്ത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും ഈ പരസ്യ പ്രക്രിയയിലൂടെ കൂടുതൽ ആളുകളെ നമുക്ക് ആകർഷിക്കുവാനും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനും കഴിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും വളരെ ശരിയായ രീതിയിൽ മതിയായ തയ്യാറെടുപ്പുകളോടുകൂടി പരസ്യം നമ്മൾ നടത്തണം. പരസ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഒരു ദൃശ്യവൽകൃത സംവിധാനം, വിഷ്വലൈസേഷൻ പ്രോസസ്സാണ്. അതായത് ആ പരസ്യം കാണുന്ന സമയത്ത് ആ കാണുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ആളിന്റെ മനസ്സിൽ ആ ഉൽപ്പന്നത്തെ കുറിച്ച് ഒരു ചിത്രം ഉണ്ടാകും. ആ ചിത്രം അയാളെ ആ ഉൽപ്പന്നം വാങ്ങുന്നതിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ്. പ്രധാനമായിട്ടും വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് വ്യത്യസ്തമായ ആശയങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുക. Visualization is the process of playing with different ideas. A visualizer must possess fertile mind so as to develop worthwhile ideas. ഇല്ലേ? ഫലദായകമായിട്ടുള്ള ആശയങ്ങളായിരിക്കണം നമ്മൾ അഡ്വർടൈസിംഗ് മെസ്സേജിലൂടെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പല കമ്പോണൻസ്, ഹെഡ്ലൈൻ ഉണ്ട്, സബ് ഹെഡ്ലൈൻ ഉണ്ട്, ബോഡി കോപ്പി ഉണ്ട്, സ്ലോഗൻ ഉണ്ട്, ഇല്ലുസ്ട്രേഷൻ ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു വിഷ്വലൈസേഷൻ പ്രോസസ് പരസ്യവുമായി ബന്ധപ്പെടുത്തി നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇതിനോടകം നമ്മൾ കണ്ടിട്ടുള്ളത്. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. വിഷ്വലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സീയിങ് ത്രൂ വൺസ് മൈൻഡ്. മനക്കാഴ്ചയാണ്, മനസ്സിലൂടെ കാണുന്നതാണ്. വൺസ് മൈൻഡ്സ് ഐ അബൌട്ട് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇറ്റ്. അല്ലെ? നമ്മുടെ ഈ പരസ്യം കാണുന്ന സമയത്ത് എന്തായിരിക്കും ഇതുണ്ടാക്കാൻ പോകുന്ന പ്രതിഫലനം, ഇതുണ്ടാക്കാൻ പോകുന്ന റെസ്പോൺസ് എന്തായിരിക്കും? ബേസിക്കലി the visualization process is the forming initially a mental picture of the idea that would appear in the advertisement. Or in other words, simply we can specify visualization is the process of creating ideas about overall construction and contents of the advertisement.
isn't it? Yes, it is through the layout, it is through the content, it is through the size of outline, it is through the colors, the visualization take place there. അതാണ് നടക്കുക പ്രധാനമായിട്ടും. നമ്മൾ അതിനുപയോഗിക്കുന്ന ഭാഷ, അതിനുപയോഗിക്കുന്ന കണ്ടന്റ്, അതിനുപയോഗിക്കുന്ന തലക്കെട്ട്, അതിനുപയോഗിക്കുന്ന തലക്കെട്ടിന്റെ വലിപ്പം, ഇതെല്ലാം നമ്മൾ സ്വാഭാവികമായും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന വിഷ്വലൈസേഷൻ പ്രോസസ്, the same you can make use to identify how much importance the visuals or the image process in an advertisement എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യമാണ്. നമ്മൾ പ്രിന്റിന് അപ്പുറത്തേക്ക് ഏതിനാണെങ്കിലും വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് കോപ്പി റൈറ്ററുടെ, ആർട്ടിസ്റ്ററുടെ, പ്രൊഡ്യൂസറുടെ ഒക്കെ ഒരു ജോയിന്റ് വെഞ്ചറാണ്. അവർ ഒരുമിച്ചിരുന്നിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുക. അപ്പോ ഈ പ്രധാനമായും നമുക്ക് നമ്മുടെ ഒരു ആശയത്തെ അതിലേക്ക് കൺസെപ്ച്വലൈസ് ചെയ്യണം, ഒരാശയത്തെ ആശയവൽക്കരണം നടത്തണം. അഡ്വർടൈസ്മെന്റ് ഐഡിയേഷൻ പ്രോസസ്, ഐഡിയ ക്രിയേഷൻ, ഐഡിയ ജനറേഷൻ, കൺസെപ്ച്വലൈസേഷൻ പ്രോസസ് വിൽ ടേക്ക് പ്ലേസ് ഇൻ ദ വിഷ്വലൈസേഷൻ പ്രോസസ്. അങ്ങനെ വിഷ്വലൈസേഷന് വേണ്ടി പ്രധാനമായും നാം ചെയ്യേണ്ടുന്നത്, ഒന്ന്, ആ ഉൽപ്പന്നത്തെ കുറിച്ച് വ്യക്തമായി പഠിക്കണം. സ്റ്റഡി ദ പ്രൊഡക്റ്റ് ഓർ ദി സർവീസ് ടു ബി അഡ്വർടൈസ്ഡ്. നമ്മൾ പരസ്യം ചെയ്യാൻ പോകുന്ന ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം, അതിനെക്കുറിച്ച്, അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച്, മെറിറ്റ്സിനെ കുറിച്ച്, യൂസസിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാണ് നാം പരസ്യം തയ്യാറാക്കുന്നത്. അതിനുശേഷം അഡ്വർടൈസിങ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ബോധ്യപ്പെടണം. അഡ്വർടൈസിങ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ബോധ്യപ്പെടണം. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കൺസ്യൂമറെ എങ്ങനെ നമ്മുടെ പരസ്യം ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഡീലേഴ്സിനെ, സ്റ്റോക്ക് ഹോൾഡേഴ്സിനെ ഈ ഉൽപ്പന്നം ഒരു കോമ്പറ്റീറ്റീവ് അഡ്വർടൈസിംഗ് ആയി മാറി സ്വാധീനിക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ വിലയിരുത്തണം. ഇതിനു വേണ്ടി മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടുന്നത് കളക്ട് റിലവന്റ് ഇൻഫർമേഷൻ. അനുബന്ധ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കണം. പ്രൊഡക്റ്റിനെ കുറിച്ച്, കോമ്പറ്റീറ്ററെ കുറിച്ച്, കോമ്പറ്റീറ്റിംഗ് പ്രൊഡക്റ്റിനെ കുറിച്ച്, അതിന്റെ സാധ്യതകളെ കുറിച്ച് ഒക്കെയുള്ള ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും കമ്പാരിറ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റുകളിലേക്ക് നമ്മൾ തിരിയുന്നത്. അതിനുശേഷം കൺസെപ്റ്റലൈസ് ഐഡിയ, ആശയങ്ങളെ നമ്മൾ കൺസെപ്റ്റലൈസ് ചെയ്യണം. ബ്രെയിൻ സ്റ്റോമിംഗ് പ്രോസസ് അനിവാര്യമാണ്, അല്ലെ? ഡൈവർജന്റ് തിങ്കിങ് ആവശ്യമാണ്. അപ്പം റെലവന്റ് ഇൻഫർമേഷൻ വെച്ച് ചർച്ച ചെയ്ത് നമ്മൾ ശേഖരിച്ച ആശയങ്ങളെ നമ്മൾ കൃത്യതയോടെ, വ്യക്തതയോടുകൂടി ഒരു ആശയമാക്കി മാറ്റിയെടുക്കണം. ദെൻ അനലൈസ് ദ ഐഡിയാസ്. അങ്ങനെ എടുക്കുന്ന ഐഡിയകളെ നമ്മൾ സ്വാഭാവികമായിട്ടും 2 or 3 തരങ്ങളിലേക്ക് നമ്മൾ തയ്യാറെടുത്ത് കൊണ്ടുവരണം. ഇതൊക്കെ വിഷ്വലൈസേഷൻ പ്രോസസ്സിന്റെ ഭാഗമാണ്. ഇനി ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില മെത്തേഡുകളുണ്ട്. ഈ ഒരു പരസ്യ പ്രക്രിയയുമായി ബന്ധപ്പെടുത്തി, പരസ്യത്തിന്റെ നിർമ്മിതിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ നടത്തുന്നത് ഒരു എങ്ങനെയാണ്, അതായത് ഏത് വിഷയമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളത്, അല്ലെ? ഇപ്പൊ സോപ്പിന്റെ പരസ്യം കണ്ടാൽ നമുക്കറിയാം, നിലവിൽ നേരിടുന്ന അലർജിയിൽ നിന്നുള്ള മോചനമാണ് ചില സോപ്പ്, നിലവിൽ നേരിടുന്ന അസ്വസ്ഥതകളിൽ നിന്നുള്ളതാണ്, നിലവിൽ നേരിടുന്ന ഏതെല്ലാം തരത്തിലുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങളിൽ നിന്ന്, ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒക്കെ മാറ്റം വരുത്താൻ കഴിയും എന്നുള്ളത്. അങ്ങനെ ഒരു പ്രോബ്ലത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ പിന്നിങ് ഡൗൺ ദ പ്രോബ്ലം എന്നാണ് അതിന് പറയുക, അല്ലെങ്കിൽ ഐഡന്റിഫൈങ് ദ പ്രോബ്ലം എന്നാണ് നമ്മൾ പറയുക. അതിനുശേഷം ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒബ്സർവേഷൻസ് നമ്മൾ നടത്തണം, ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ് നടത്തണം. ബ്രെയിൻ സ്റ്റോമിങ് നടത്തിയതിനു ശേഷം നമ്മൾ ഈ പറയുന്ന റഫായിട്ടൊരു ലേ ഔട്ട് ഉണ്ടാക്കണം. അതിനുശേഷമായിരിക്കും നമ്മൾ ഫൈനൽ പേജിലേക്ക് പോകേണ്ടതുണ്ട്. ഇനി പ്രധാനമായി നമ്മൾ കണ്ടിരുന്നു കോപ്പി എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റിന്റെ റിട്ടേൺ മാറ്ററാണ്. കോപ്പി റൈറ്റിംഗ് എന്നൊരു വാക്കുണ്ടെന്ന് പറഞ്ഞു, പരസ്യവാചക രചന. കോപ്പി ഇൻ ദ വേൾഡ് ഓഫ് അഡ്വർടൈസിംഗ് ഈസ് നോൺ ആസ് ദി റിട്ടേൺ മാറ്റർ ഇൻ എനി അഡ്വർടൈസ്മെന്റ്. ഏത് പരസ്യത്തിലും നമ്മൾ എഴുതപ്പെട്ട ആ ഒരു പരസ്യത്തെയാണ് നമ്മൾ കോപ്പി എന്ന് പറയുന്നത്. കോപ്പി റൈറ്റർ നമ്മൾ കണ്ടിട്ടുണ്ട്, കോപ്പി എഡിറ്റർ എന്ന വാക്ക് നമ്മൾ എഡിറ്റിങ്ങിനോട് ചേർത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ന്യൂസിൽ കോപ്പി എന്ന് പറഞ്ഞാൽ ഏജൻസിയോ സോഴ്സുകളോ റിപ്പോർട്ടർമാരോ കൊടുക്കുന്ന വാർത്തകളെയാണ് നമ്മൾ കോപ്പി എന്ന് പറയും. അപ്പോ കോപ്പി എന്ന് പറയുന്ന ഒരു വാക്കാകാം, പല വാക്കാകാം, അങ്ങനെ പലതരത്തിലുണ്ടാകും. ഹെഡ്ലൈൻസും സബ് ഹെഡ്ലൈൻസും ക്യാപ്ഷൻസും സ്ലോഗണും ലോഗോയും ഒക്കെ ഉൾപ്പെട്ട ഒന്നാണ് കോപ്പി. അപ്പോ ഇങ്ങനെ നമ്മൾ എഴുതി തയ്യാറാക്കുന്ന കോപ്പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ടുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോപ്പി എന്ന് പറയുന്നത്, ഒന്ന്, ബ്രീഫ് ആയിരിക്കണം. റീഡേഴ്സിന് നമ്മുടെ ഈ കോപ്പി വായിച്ചെടുക്കാൻ മാത്രം വലിയൊരു ലെന്തി ടെസ്റ്റ് വായിച്ചെടുക്കാനുള്ള സമയമൊന്നുമില്ല.
Brevity is one of the important characteristics that should be associated with a copy. Brief ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ കൊടുക്കുക. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. ഷോർട്ട് ടൈം കൊണ്ട്, ചെറിയ സമയം കൊണ്ട് വായിച്ചറിയാൻ കഴിയുന്നതായിരിക്കണം കൊടുക്കുക. കോപ്പി ഷുഡ് ബി സിമ്പിൾ ലാംഗ്വേജ്, സ്മോൾ ആൻഡ് ഈസി വേർഡ്സ്, അല്ലേ? അങ്ങനെ ആയിരിക്കണം. നമ്മൾ കോപ്പി വായിച്ചിട്ട്, പരസ്യം വായിച്ചിട്ട് അതിന്റെ അർത്ഥം തപ്പി ഡിക്ഷണറി എടുത്ത് പോകാനായിട്ട് നമ്മുടെ വായനക്കാരൻ ഇടയാവരുത്. അങ്ങനെ പോയാൽ വായനക്കാരൻ നോക്കില്ല. ഒന്ന് ബ്രിവിറ്റി, സെക്കൻഡ് വൺ ക്ലാരിറ്റി. ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കണം, സ്വയം വിശദീകരിക്കാൻ കഴിയും. The message to be delivered must be clear at first reading itself. ആദ്യ വായനയിൽ തന്നെ ആയിരിക്കണം. ഒന്ന് brevity, second one clarity. The characteristics of copy now we discuss. Then aptness. അപ്പോ നമ്മുടെ ഒരു പ്രോസ്പെക്ട്സ് ഉണ്ട്, നമ്മുടെ ആ പരസ്യവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ വായനക്കാരനിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള, അതിന്റെ ആപ്റ്റായിട്ടുള്ള ഒരു കാര്യം. വ്യൂവേഴ്സ് അറ്റൻഷൻ ഷുഡ് ബി ലീഡ് ടു ദ പ്രോഡക്റ്റ് ആൻഡ് ദ മെസ്സേജ് ഷുഡ് ബി റിലേറ്റഡ്. ഇറ്റ് വുഡ് ക്രിയേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദി റീഡേഴ്സ്. അത്രമാത്രം ആപ്റ്റ് ആയിരിക്കണം. ദെൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. ഒരു ഇൻട്രസ്റ്റ് പ്രൊവോക്ക് ചെയ്യാൻ കഴിയുന്ന പെർസുവേഷൻ പ്രോസസ് ദെയർ വി കണ്ടക്ട്, അല്ലെ? ഒരു ഇൻട്രസ്റ്റ് പ്രൊവോക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലായിരിക്കണം നാം എഴുതുന്നത്. ഇറ്റ് മസ്റ്റ് സ്റ്റിമുലേറ്റ് ദ റീഡേഴ്സ് ക്യൂരിയോസിറ്റി ടു റീഡ് ദ മെസ്സേജ്, അല്ലെ? യെസ്. അപ്പോ അവന്റെ ക്യൂരിയോസിറ്റിയെ ഉണർത്താൻ കഴിയുന്ന, സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ആയിരിക്കണം നമ്മുടെ കോപ്പി. സിൻസിയറിറ്റി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സിൻസിയർ ആയിരിക്കണം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകള്, കൊട്ടേഷൻസ്, ഫിഗേഴ്സ് ഒക്കെ സിൻസിയർ ആയിരിക്കണം. വേഗ് ജനറലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉപേക്ഷിക്കണം. ദയർ വി ഹാവ് ടു കൺവിൻസ് ദ പീപ്പിൾ. നമ്മുടെ പരസ്യം വായിക്കുന്ന ആളെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ സിൻസിയറിറ്റി എന്ന് പറയുന്നത് കോപ്പിക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് യഥാർത്ഥത്തോട് ചേർന്ന് നിൽക്കുന്ന, സത്യസന്ധതയോട് ചേർന്ന് നിൽക്കുന്ന, ആത്മാർത്ഥതയോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിരിക്കും. സിൻസിയർ ആയിരിക്കണം. ദെൻ പേഴ്സണൽ ആയിരിക്കണം. പേഴ്സണൽ ആയിരിക്കണം. നോൺ പേഴ്സണൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും മെസ്സേജ് ഷുഡ് ബി ഡയറക്ട്ലി അഡ്രസ്ഡ് ടു ദ റീഡേഴ്സ്. Then only every reader will get a chance to express their opinions. അയാൾക്ക് മാത്രം നമ്മൾ കൊടുത്താന്ന് അയാൾക്ക് തോന്നണം. അയാളെ മാത്രം നമ്മൾ വിളിച്ചതാണെന്ന് തോന്നണം. അയാളോട് മാത്രം നമ്മൾ പറഞ്ഞതാണെന്ന് തോന്നണം. പേഴ്സണൽ ആയിരിക്കണം. ഡയറക്റ്റ് പേഴ്സണൽ ആറ്റിറ്റ്യൂഡ് catches and retains the readers or listeners attention, അല്ലെ? നമ്മളെ മാത്രം വിളിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? നമുക്കൊരു ഇന്റിമസി ഫീൽ ചെയ്യും. ദെൻ കൺവിൻസിങ് ആയിരിക്കണം. കൺവിൻസിങ് ആയിരിക്കണം. കോപ്പി നമുക്ക് നന്നായി കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റണം. അവരുടെ ഡിസയറിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കേപ്പബിൾ ആണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് അവരെ ബോധ്യപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയണം. ഡിസയറിനെയാണ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അല്ലെ? ഡിസയർ ടേൺസ് ടു ആക്ഷൻ ത്രൂ ദ അഡ്വർടൈസ്മെന്റ്. ഇതാണ് പ്രധാനമായും നമ്മുടെ കോപ്പിയുമായി ബന്ധപ്പെടുത്തി കോപ്പി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ബ്രിവിറ്റി, ക്ലാരിറ്റി, ആപ്റ്റ്നെസ്, ഇൻട്രസ്റ്റിംഗ്, സിൻസിയറിറ്റി, പേഴ്സണൽ, കൺവിൻസിങ്. ഇത്രയും കാര്യങ്ങളുണ്ട്. കോപ്പിയെ പലതരത്തിൽ നമുക്ക് തരംതിരിക്കാം. അത് വിശദീകരിച്ച് ഇപ്പോൾ പറയുന്നില്ലെങ്കിലും ഇങ്ങനെ ഉണ്ട് എന്നുള്ള അറിഞ്ഞിരിക്കുക. കോപ്പിയുടെ സയന്റിഫിക് കോപ്പി, ഡിസ്ക്രിപ്റ്റീവ് കോപ്പി, നറേറ്റീവ് കോപ്പി, ടോപ്പിക്കൽ കോപ്പി, പേഴ്സണാലിറ്റി കോപ്പി, കൊളോക്കിയൽ കോപ്പി, റീസണിംഗ് കോപ്പി, ക്വസ്റ്റ്യനിങ് കോപ്പി, പ്രസ്റ്റീജ് കോപ്പി എന്നിങ്ങനെ നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. അതതിന്റെ ആ സ്വഭാവത്തെ അനുസരിച്ചിട്ടാണ്. സ്വഭാവത്തെ അനുസരിച്ച് ഇപ്പൊ ക്വസ്റ്റ്യനിങ് കോപ്പി, വൈകിട്ട് എന്താ പരിപാടി? ദാറ്റ് ഈസ് ക്വസ്റ്റ്യനിങ് കോപ്പി, അല്ലെ? യെസ്. വൈകിട്ട് എന്താ പരിപാടി എന്ന് പറഞ്ഞ പരസ്യം എന്താന്ന് മനസ്സിലായല്ലോ. യെസ്. അപ്പോ നമ്മള് അങ്ങനെ നമ്മള് ചെയ്യുന്ന പരസ്യം. അപ്പം ഓരോ തരത്തിലേക്ക് നമുക്ക് ചെയ്യാം. പേഴ്സണാലിറ്റി കോപ്പി, ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് ഓരോന്നിനെ നമുക്ക് എടുത്തു നോക്കാം. ഹെഡ്ലൈനാണ്. ഹെഡ്ലൈനാണ്. ഇതെല്ലാം നമ്മൾ വിശദീകരിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഒന്നുകൂടി ഒന്ന് വിലയിരുത്തുക. ഹെഡ്ലൈനാണ്. ഹെഡ്ലൈൻ എന്ന് പറയുന്ന ഒരു വാക്കോ ഫ്രേസോ ഒക്കെ ആവാം. ലാർജ് ലെറ്ററിൽ നമ്മൾ പ്രിന്റ് ചെയ്യും, ഇല്ലേ? അതാണ് ഹെഡ്ലൈൻ. അഡ്വർടൈസിംഗ് മെസ്സേജിനെ കൺവേ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ ബ്രീഫായിട്ട് ഫെയർ ആയിട്ട് ഒരു ഐഡിയയെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. It is through the headline we attract
the readers or attracts attention and arouses interest. അവരെയാണ് നമ്മൾ ഈ റീഡറെ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി അഡ്വർടൈസ്മെന്റിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നത് ഈ ഹെഡ്ലൈൻ വായിച്ചിട്ടാണ്, തലക്കെട്ട് വായിച്ചിട്ടാണ് നോക്കുന്നത്, തലക്കെട്ടാണ് ബോധ്യപ്പെടുന്നത്. അപ്പോ ഹെഡ്ലൈന്റെ നമ്മളൊരു 50-75% ആളുകൾ ഈ അഡ്വർടൈസ്മെന്റിലേക്ക് വരുന്നത് ഹെഡ്ലൈൻ വഴിയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹെഡ്ലൈൻ എത്രമാത്രം സ്പേസ് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചും അലോക്കേഷൻ ലേഔട്ടും ഒക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? യെസ്. ഹെഡ്ലൈൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുക? വാട്ട് ആർ ദി ബേസിക് പർപ്പസ് ഓഫ് ദി ഹെഡ്ലൈൻ ഓർ ദി റോൾ ഓഫ് ദി ഹെഡ്ലൈൻ? ടു അട്രാക്ട് അറ്റൻഷൻ ഓഫ് റീഡേഴ്സ് ടു ദി ആഡ്. ടു അട്രാക്ട് അറ്റൻഷൻ ഓഫ് റീഡേഴ്സ് ടു ദി ആഡ്. പരസ്യത്തിലേക്ക് ആളുകളെ ആകർഷിക്കാനായിട്ടാണ് നമ്മൾ ഹെഡ്ലൈൻ ഉപയോഗിക്കുക. മാത്രമാണോ? അല്ല. ടു അട്രാക്ട് അറ്റൻഷൻ ഓഫ് ദി ടാർഗറ്റ് കൺസ്യൂമേഴ്സ് ഈസിലി ആൻഡ് ക്വിക്ക്ലി ആൻഡ് ടു പെർസ്യൂഡ് ദം ടു റീഡ് ദ വോൾ ഓഫ് ദി ആഡ്. നമ്മുടെ വായനക്കാരനെ ആകർഷിക്കുകയും പരസ്യം മുഴുവനായി വായിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് തീർന്നോ? ഇല്ല. ടു ക്രിയേറ്റ് ക്യൂരിയോസിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ദി ആഡ്. ടു ക്രിയേറ്റ് ക്യൂരിയോസിറ്റി, ആ കൊള്ളാമല്ലോ ഇത് മേടിച്ചാലോ എന്നൊരു ക്യൂരിയോസിറ്റി അവനിൽ ഉണ്ടാക്കണം, ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം. ടു മേക്ക് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ദ കോപ്പി മോർ മീനിങ്. നമ്മൾ കൊടുക്കുന്ന വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ വിഷ്വൽ അല്ലെങ്കിൽ ഇമേജ് അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻ കുറെ കൂടി അർത്ഥവത്താകുന്ന അതിന് തലക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ. ടു ഇൻട്രൊഡ്യൂസ് എ യൂണിക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ, USP എന്ന് പറയാൻ നിങ്ങൾ പഠിക്കും കേട്ടോ. അത് മറ്റൊരു തരത്തിൽ നമ്മൾ പറയും. നമ്മുടെ പ്രൊഡക്റ്റിന് മറ്റൊരു പ്രൊഡക്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് മാത്രമുള്ള ഒരു പ്രത്യേകതയെ നമ്മൾ എടുത്ത് ഉയർത്തി കാണിക്കും. അതാണ് USP, യൂണിക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ. അത് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. അപ്പം USP ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. USP എന്ന് മാത്രം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോ ടു സോർട്ട് ഔട്ട് യൂസ്ഫുൾ ആഡ്സ് ഫ്രം യൂസ്ലെസ് ആഡ്സ്. ഈ തലക്കെട്ട് വായിച്ചിട്ടാണ് ഇത് ഞാൻ അടുത്തൊരു കണ്ടതല്ലേ, ഇത് എന്തോരം വായിക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, ഇത് പ്രത്യേകതയുണ്ട് എന്ന് തോന്നാൻ വേണ്ടിയാണ്. ടു സേർവ് ആസ് ദി എസൻസ് ഓഫ് ദി വോൾ ആഡ് കോപ്പി. പരസ്യത്തിന്റെ ഒരു കോറ്, സം ആൻഡ് സബ്സ്റ്റൻസ് എല്ലാം തലക്കെട്ടിനകത്തേക്ക് വരുന്നുണ്ട് അല്ലേ? യെസ്. അപ്പം ഡേവിഡ് ഒഗിൽവി എന്ന് പറയുന്ന അഡ്വർടൈസിംഗ് ഗുരു ആയിട്ട് അറിയപ്പെടുന്ന ആളാണ്. ഡേവിഡ് ഒഗിൽവിനെ നമുക്ക് കാണേണ്ടതാണ്. അദ്ദേഹം പറയുന്നത് ഹെഡ്ലൈൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലമെന്റ് ദ മോസ്റ്റ് അഡ്വർടൈസിംഗ്. ഇറ്റ് ഈസ് ദ ടെലിഗ്രാം വിച്ച് ഡിസൈഡ്സ് ഫോർ ദി റീഡർ വെദർ ടു റീഡ് ദ കോപ്പി. ടെലിഗ്രാമിനെ നമുക്കറിയാം അല്ലേ? യെസ്. ഇപ്പൊ നമ്മൾ കാണുന്ന ടെലിഗ്രാം അല്ല. ടെലിഗ്രാം എന്ന് പറയുന്ന അടിയന്തര സന്ദേശം അയക്കാൻ ചുരുക്കി സംക്ഷിപ്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനമാണ്. അപ്പൊ ആ സംവിധാനത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ കാര്യമാത്ര പ്രസക്തമായ വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി നമ്മൾ കൊടുത്തിരുന്നു. അപ്പൊ അതേപോലെ ഉപയോഗിക്കുന്ന കാര്യം. ഇനി ഹെഡ്ലൈനുമായി ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്ന ഹെഡ്ലൈന്റെ എസെൻഷ്യൽസ്. എന്തെല്ലാം ഹെഡ്ലൈനിന് പ്രത്യേകതകൾ ഉണ്ടാവണം? ഒന്ന്, ഒറിജിനൽ ആയിരിക്കണം, കോപ്പി എടുത്ത് വെക്കാൻ പാടില്ല അല്ലേ? A good headline should be unique and should not be an imitation of any other headline. Originality of headline creates a separate interest in the minds of readers. അത് ഓർത്തിരിക്കുക. ഒറിജിനൽ ആയിരിക്കണം, കൺസൈസ്ഡ് ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം അല്ലേ? സാധാരണ 8 മുതൽ 10 വരെ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ പോവാറില്ല. മാക്സിമം 2 ലൈനെ നമ്മൾ ഹെഡ്ലൈൻ ഉൾപ്പെടുത്താറുള്ളൂ. മൂന്നാമത്തത് സ്പെസിഫിക് ആയിരിക്കണം. അതായത് നമ്മുടെ കോപ്പിയോട് ഇല്ലസ്ട്രേഷനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നതായിരിക്കണം. നമ്മുടെ അഡ്വർടൈസിംഗ് മെസ്സേജ് വേഗമല്ലാതെ ക്ലിയർ കട്ടായി ആളുകളിലേക്ക് നൽകാൻ കഴിയുന്നതായിരിക്കണം. ദെൻ പ്രൊവോക്കേറ്റീവ് ആയിരിക്കണം, പ്രൊവോക്കേഷൻ ആയിരിക്കണം. അതായത് ഇറ്റ് ഷുഡ് ബി ഫോഴ്സ്ഫുൾ ടു ഇൻഡ്യൂസ് ദ റീഡേഴ്സ് ടു ഗോ ത്രൂ ദി എൻറ്റയർ അഡ്വർടൈസ്മെന്റ്. ആളുകളെ ബലമായി പിടിച്ചു മുഴുവൻ പരസ്യവും വായിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയണം. മറ്റൊന്ന്, പലതരത്തിലുള്ള ഹെഡ്ലൈനുകളുണ്ട്. അത് ഞാൻ വെറുതെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. പലതരം ഹെഡ്ലൈനുകളുണ്ട്. ബെനിഫിറ്റ്സ് ഹെഡ്ലൈൻ, ഒരു പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റ് പറയും. ന്യൂ സ്റ്റൈൽ ഹെഡ്ലൈൻ, അതായത് ഒരു ഇൻഫർമേഷൻ നമ്മൾ ചേർക്കും. നൗ അറ്റ്ലീസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയുടെ ചുവയിൽ. ദെൻ അഡ്വൈസ് ഹെഡ്ലൈൻ, കൺസ്യൂമറെ അഡ്വൈസ് ചെയ്യാൻ. ഹൗ ടു ബേക്ക് ബട്ടർ കേക്ക്സ് എന്നൊക്കെ ചോദിച്ചാൽ അഡ്വൈസ് ചെയ്യണം. ദെൻ ചലഞ്ചിങ് ഹെഡ്ലൈൻ, അവിടെ നമ്മള്
ക്വാളിറ്റി, സർവീസ്, പ്രൈസ്, പെർഫോമൻസ് ഒക്കെ ബന്ധപ്പെടുത്തിയിട്ട് അവരുടെ സുപ്പീരിയോറിറ്റിയെ കാണിക്കാൻ വേണ്ടി തരത്ത് ചലഞ്ചിങ് ഹെഡ്ലൈൻ ഉണ്ട്. ദെൻ സെലക്റ്റീവ് ഹെഡ്ലൈൻ ഉണ്ട്. സെലക്റ്റീവ് ഹെഡ്ലൈൻ അതായത് സെലക്ടഡ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക്, കുട്ടികളാവാം, വിദ്യാർത്ഥികളാവാം, വീട്ടമ്മമാരാവാം, കർഷകരാവാം, അങ്ങനെയുള്ള സെലക്ടഡ് കസ്റ്റമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യാവുന്ന തരത്തിലേക്ക് നമ്മൾ ചെയ്യും. ദെൻ സിറ്റുവേഷൻ ഹെഡ്ലൈൻ. സിറ്റുവേഷൻ ഹെഡ്ലൈൻ എന്ന് പറഞ്ഞ ഒരു തരം ഹെഡ്ലൈൻ ഉണ്ട്. അവിടെ നമ്മളൊരു സിറ്റുവേഷനെ, ഒരു ഇല്ലുസ്ട്രേഷനെ സപ്പോർട്ട് ചെയ്യാവുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. ലേബൽ ഹെഡ്ലൈൻ. ലേബൽ ഹെഡ്ലൈൻ ഉണ്ട്. ലേബൽ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് നോട്ട് ഓൺലി അനൗൺസസ് അബൌട്ട് ദി ലേബൽ ഓഫ് ദി പ്രൊഡക്റ്റ് ബട്ട് ഓൾസോ ദ സെല്ലിംഗ് പോയിന്റ്സ്. ഒരു ഇൻട്രൊഡ്യൂസിംഗ് ടൈപ്പ് ആണ്, വാർണിംഗ് ടൈപ്പ് ആണ്. ടെസ്റ്റിമോണിയൽ ഉണ്ട്. അഡ്വർടൈസ്മെന്റ് വേറെ ക്ലാസിഫിക്കേഷനിലേക്കൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കാണ് സാക്ഷ്യപ്പെടുത്തലുകൾ നടത്തുന്ന പരസ്യങ്ങളുണ്ട്. ടെസ്റ്റിമോണിയൽ ഹെഡ്ലൈൻസ് ഉണ്ട്. അപ്പം ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. ലേബൽ ഹെഡ്ലൈൻ ഉണ്ട്, സിറ്റുവേഷൻ ഹെഡ്ലൈൻ ഉണ്ട്, സെലക്ടീവ് ഹെഡ്ലൈൻ ഉണ്ട്, ചലഞ്ചിങ് ഹെഡ്ലൈൻ ഉണ്ട്, അഡ്വൈസ് ഹെഡ്ലൈൻ ഉണ്ട്, ന്യൂസ് ഹെഡ്ലൈൻ ഉണ്ട്, ബെനിഫിറ്റ്സ് ഹെഡ്ലൈൻ ഉണ്ട്. അപ്പോ ഇത്തിരി വേഗതയിലാണ് പറയുന്നത് എന്ന് എനിക്കറിയാം. കാരണം ഇതെല്ലാം ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയതാണ്. അത്യാവശ്യ കാര്യങ്ങളെ ഒന്ന് ക്രമപ്പെടുത്തുന്നത് മാത്രമേ. മറ്റത് സ്ലോഗനാണ്. നമ്മൾ ഹെഡ്ലൈൻ കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് സ്ലോഗൻ. സ്ലോഗൻ എന്ന് പറയുന്നത് ഫ്രേസ് ഓർ സെന്റൻസ് ആണ്. ആ കമ്പനി എന്നും ആവർത്തിച്ച് ഉപയോഗിക്കുന്നതാണ്. ആ കമ്പനി ആവർത്തിച്ച് ഉപയോഗിക്കുന്നതാണ് സ്ലോഗൻ അല്ലെങ്കിൽ ഹെഡ്ലൈൻ. അവരുടെ ഒരു ആദർശവാക്യം അതാണ്. ആളുകളിലേക്ക് എത്തപ്പെടുന്നു, പലതവണ ചെയ്യുന്നത് കൊണ്ട് ആളുകളുടെ മനസ്സിലേക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒന്നായി മാറുന്നു. അഡ്വർടൈസിംഗ് കോപ്പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ്ലൈനും ഇല്ലുസ്ട്രേഷനും പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ്, ഒന്നാണ് ഈ സ്ലോഗൻ. അപ്പം അഡ്വർടൈസ്മെന്റിന്റെ ക്യാമ്പയിൻ മേഖലയിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് സ്ലോഗൻ. അപ്പം പുതിയ പുതിയ സ്ലോഗനുകൾ അവർ തന്നെ ക്യാമ്പയിന്റെ ഭാഗമായി ഉണ്ടാക്കിക്കൊണ്ടുവരും. അപ്പൊ അഡ്വർടൈസറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഒന്നാണ് ഇത്. അപ്പം സ്ലോഗൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര ഓർത്താൽ സ്ലോഗൻ സെന്റൻസ് യൂസ് റിപ്പീറ്റഡ്ലി ബൈ എ കമ്പനി ഓഫ് എനി ഓർഗനൈസേഷൻ ടു ക്രിയേറ്റ് ആൻ ഇംപ്രഷൻ ഇൻ ദ മൈൻഡ്സ് ഓഫ് ദി കസ്റ്റമേഴ്സ് ഓർ ദി കൺസ്യൂമേഴ്സ്. അല്ലേ? യെസ്. അപ്പോ പലതരത്തിലുള്ള ഇതുണ്ട്. അപ്പം സ്ലോഗൻ ഒരു ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു ഗുഡ് സ്ലോഗൻ എങ്ങനെ ആവണം? കണ്ടെയ്ൻ എ ഡെഫിനിറ്റ് സെയിൽസ് ഐഡിയ. ഒരു വ്യക്തമായ നിയതമായ ഒരു വിൽപ്പന ആശയം ഉണ്ടാവണം. കമ്പാക്ട് ഇൻ ദെയർ കൺസ്ട്രക്ഷൻ. ബി ഹാർഡ്ലി മോർ ദാൻ 7 words ലോങ്. ഇതാണ് ഓർത്തിരിക്കാനുള്ളത്. മറ്റൊന്ന് ലോഗോയാണ്. ലോഗോയാണ്. ലോഗോ എന്ന് പറയുന്നത് നമുക്കറിയാം, സിംപ്ലി ദ വേൾഡ് എന്നാണ് ലോഗോ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം. അപ്പം ലോഗോ നമ്മൾ വളരെ കൃത്യം ബൈബിളും ഒക്കെ ആയി ബന്ധപ്പെടുത്തി ലോഗോസ് എന്ന് പറയുന്ന ബൈബിളിൽ കാണുന്ന നമുക്കറിയാം, ദ വേർഡ് ഓഫ് ഗോഡ് എന്നാണ് ലോഗോസ് എന്ന് പറഞ്ഞാൽ. ദൈവത്തിന്റെ വാക്ക്, വചനം എന്നൊക്കെയാണ്. അപ്പോ എന്തുകൊണ്ടാണ് ലോഗോ വേണ്ടി വരിക? നമുക്കറിയാം, നമുക്കൊരു പേരുണ്ട്. ദാറ്റ് ഈസ് അവർ ഐഡന്റിറ്റി. ദാറ്റ് ക്യാൻ ബി ടേംഡ് ആസ് അവർ സിഗ്നേച്ചർ. ദാറ്റ് ക്യാൻ ബി ടേംഡ് ആസ് അവർ ലോഗോ. അല്ലെ? കുറെ ആളുകൾ നിൽക്കുമ്പോഴും നമ്മുടെ പേരെടുത്ത് വിളിച്ചാൽ അത് നമ്മുടേത് മാത്രമാണ്, വേറെ ആൾക്കും ഇല്ലാത്തതാണ്. നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മളെ തിരിച്ചറിഞ്ഞിരുന്നത് നമ്മുടെ പേര് വിളിച്ചിട്ടാണ്. അത് നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് ആ പേര് നമ്മൾ ഉപയോഗിക്കുന്നു, ഇല്ലേ? ഒരു ചെക്ക് ലീഫിൽ ഒപ്പിടുന്നു നമ്മുടെ ഐഡന്റിറ്റി. ദാറ്റ് ഈസ് അവർ ലോഗോ. സിഗ്നേച്ചർ കട്ടാണല്ലോ. അപ്പോ നമ്മളിടുന്ന ഒപ്പ്, അതേ ഒപ്പിട്ടെങ്കിൽ മാത്രമേ ആ ചെക്കിന് വിലയുണ്ടാവുള്ളൂ, ആ സർട്ടിഫിക്കറ്റിന് വിലയുണ്ടാവുള്ളൂ. അങ്ങനെ അത്തരത്തിലേക്ക് നമ്മുടെ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ലോഗോ. അപ്പം അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. കോപ്പി മീൻസ് എ റിട്ടേൺ മാറ്റർ ഇൻ എനി അഡ്വർടൈസ്മെന്റ്. It may consist only one word or more in many words. അതാണ് കോപ്പി. Headline is a word or phrase printed in large letters above the advertising message. Headline gives a brief, a fair idea of the contents of the copy. As people go through a newspaper or a magazine or any kind of print media, the headline is the only thing that attracts its attention.
അല്ലേ? യെസ്. Then slogan. It's a sentence used repeatedly by a company of any organization to create an impression in the minds of the customers. Then logo. Logos എന്ന് പറയുന്ന വാക്കിൽ നിന്ന് വന്നു എന്ന് ഞാൻ പറഞ്ഞു, അല്ലേ? യെസ്. അപ്പം ഇത്രയും കാര്യങ്ങള് വളരെ പ്രധാനപ്പെട്ടതായി ഓർത്ത് ഇരിക്കേണ്ടതായിട്ട് ഉണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെടുത്തിയ പലതരത്തിലുള്ള വാക്കുകൾ, പലതരത്തിലുള്ള സെഷനുകൾ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു. ഇപ്പോ നിലവിൽ നമ്മൾ ഈ ബോഡി കോപ്പി, ഹെഡ്ലൈൻ, സ്ലോഗൻ, ലോഗോ എന്നിങ്ങനെയുള്ള ഇല്ലുസ്ട്രേഷൻ അല്ലെങ്കിൽ ഇമേജ് അല്ലെങ്കിൽ വിഷ്വൽ എന്നിങ്ങനെയുള്ള ആ എലമെന്റ്സ്, കമ്പോണൻസ് മാത്രം വെച്ച് 4 വീഡിയോകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ വീഡിയോകളും വ്യത്യസ്തമായി നിന്ന് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് കഴിയും, ഉപയോഗിക്കാനായിട്ട് കഴിയും എന്നുള്ളതും പ്രത്യേകം ഓർത്തിരിക്കുക. ഓരോന്നും ഓരോ തരത്തിലേക്കാണ് നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.